ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റി ഹാൻഡ്സ് ബൈ ഹയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ട് ഞാനിപ്പോഴും ഷോർട്സാണ് ഇടാറുള്ളത്. അപ്പോൾ ആകെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ലോങ് വീഡിയോ വേറെ ഒന്നുമല്ല, കീച്ചെയിൻ ഉണ്ടാക്കുന്നതിനാണ്. ഞാൻ കീച്ചെയിൻ ഉണ്ടാക്കുന്ന ഈ കീച്ചെയിനൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാനെല്ലാം കൂടി ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ കീച്ചെയിനും കൂടി ഒറ്റ വീഡിയോ ആകുമല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ബോസ്റ്റാണ്. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന 4 കീച്ചെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ആ 4 കീച്ചെയിൻ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കീച്ചെയിൻ ബോയാണ്. ബോ നമ്മൾ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഒരു പെന്നിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗം നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണിക്കുന്ന പോലെ അങ്ങനത്തെ 2 ഉണ്ടാക്കിയതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക കേട്ടോ. ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ B7000 ഉണ്ടാവില്ലേ, അതിൻ്റെ ആ ഒരു ഗ്ലൂ ആയാലും കുഴപ്പമില്ല. നല്ല ഒട്ടണ ഗ്ലൂ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പേൾ ഒട്ടിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ അടുത്തത് ഉണ്ടാക്കാം. അടുത്തത് നമ്മളൊരു കവായ് ഗേളാണ്. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കവായ് സ്റ്റിക്കറാണ്. കവായ് സ്റ്റിക്കർ ഇല്ലാന്നെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കവായ് സ്റ്റിക്കർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്സിലുണ്ട്, അത് പോയി നോക്കിയാൽ മതി. അത് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്ക് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അവിടെ നമ്മളൊരു കവായ് കുട്ടിയുടെ തല നോക്കിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമ്മൾ കീച്ചെയിൻ്റെ റിങ് ഉണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മൾ കവായ് കുട്ടി ഉണ്ടാക്കി കൊടുക്കാൻ. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നതും ഭയങ്കര സിമ്പിളാണ്. എല്ലാം ഭയങ്കര 4 എണ്ണത് ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഇത് മാത്രമാണ് പൈപ്പ് ക്ലീനേഴ്സ് അല്ലാണ്ട് ഉണ്ടാക്കുന്നത്. ബാക്കിയെല്ലാം പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഹോളർ വെച്ചിട്ടാണ് കേട്ടോ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിലൊക്കെ നമ്മൾ ഈ കീച്ചെൻ്റെ റിങ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ കീച്ചെൻ്റെ റിങ് സെറ്റായിട്ടാണ് വാങ്ങിച്ചത്. ഒരു പാക്കറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കവായികൾ. അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹാർട്ട് ഷേപ്പാണ്. ഇത് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നി. സ്പെഷ്യൽ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇതിലെന്തൊക്കെയോ ഒരു സ്പെഷ്യൽ പോലെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമുക്ക് ടോട്ടൽ 4 ഹാർട്ട് വേണം. അതിൽ ഒരു ഹാർട്ട് മാത്രം ഫില്ല് ചെയ്തിട്ട് ബാക്കി 3 ഹാർട്ടും ഫില്ല് ചെയ്യാണ്ടാണ്. അതിൽ ഫില്ല് ചെയ്ത ഹാർട്ടായിട്ട് അടിയിൽ വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ഗ്ലൂ കൊണ്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. രണ്ടാമത്തെ ഹാർട്ട് ഒട്ടിച്ച് കൊടുക്കുക. രണ്ടാമത്തെ ഹാർട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനുള്ളിൽ കുറച്ച് പേൾ ഇട്ട് കൊടുക്കുക. പേൾ മണികളുണ്ടാവില്ല അത്. പിന്നെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടാവില്ല, ആ ഹാർട്ടിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഒട്ടിച്ച് കൊടുക്കുക മുകളിൽ. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മളൊരു ഹാർട്ട് ഷേപ്പും കൂടെ വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ നമ്മളിത് ചെയ്യാൻ. ഇത് ചെയ്തപ്പോൾ എനിക്ക് അത്ര ഫിനിഷിങ് തോന്നിയില്ല. നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ഞാൻ വേറെ ചെയ്തു. വേറെ ചെയ്യണത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ വേറെ ചെയ്തൊരു ഫൈനൽ ലുക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ഇതേ മെത്തേഡൊക്കെ തന്നെയാണ് അത് ചെയ്യാൻ. ഞാൻ വേറെ കളർ മാത്രം ചെയ്താക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് അത്രയ്ക്ക് ഒരു ഫിനിഷിംഗ് ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഒരു ലോലിപോപ്പാണ് കേട്ടോ. ഈ ഒരു ലോലിപോപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കീച്ചെയിനൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം കീച്ചെയിനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോലിപോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഡബിൾ കളർ വേണം. നമ്മൾ ഏതെങ്കിലും പൈപ്പ് ക്ലീനേഴ്സ് 2 പൈപ്പ് ക്ലീനേഴ്സ് എടുത്തിട്ട് ഒന്ന് മടക്കി മടഞ്ഞ് മുടിയൊക്കെ മടയില്ല, അതേപോലെ ഒന്ന് മടഞ്ഞ് കൊടുക്കുക. എനിക്ക് എന്തായാലും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കൂടുതൽ മാച്ചൊക്കെ തോന്നിയത് പിങ്കും റെഡും ആയിരുന്നു. അപ്പോൾ പിങ്കും റെഡും ഞാൻ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ ഒരെണ്ണം. എന്നിട്ട് അത് ഒരെണ്ണം നമ്മൾ ഡബിൾ കളർ ചെയ്തത് അതൊന്ന് നമ്മൾ ലോലിപോപ്പ് പോലെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് അതിൽ വെക്കാൻ ഇതിൽ വടി വേണം. വടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന പൈപ്പ് ക്ലീനർ തന്നെയാണ്, വേറെ കളറൊക്കെ യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഒരു പർപ്പിൾ കളറാണ് എടുക്കുന്നത്. അതൊന്ന് അതിന് ഷേപ്പിൽ കട്ട് ചെയ്ത ശേഷം ബാക്കിൽ നിന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും അടിപൊളിയല്ലേ.